Good morning, ma'am. 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 Okay, good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Okay, എല്ലാവരും വന്നോ ക്ലാസ്സില്? ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് IC എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് നമ്മൾ എടുത്തോണ്ട് പോകുന്നത് അല്ലെ? അപ്പൊ കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിച്ചോ നിങ്ങള്? അത്രയും എല്ലാവരും ഓക്കെ ആണോ? വായിച്ചോ? ഒരു വട്ടമെങ്കിലും വായിച്ചോ എല്ലാവരും? വായിച്ചു. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഓർമ്മയ്ക്ക് ഉണ്ടോ എല്ലാവർക്കും? അല്ലെങ്കിൽ ആ എടുത്തപടി നിങ്ങൾ അതെടുത്ത് വെച്ചു നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോയോ? ഇല്ല, എല്ലാരും വായിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, നമ്മളെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവരും പരിചയപ്പെടാനൊന്നും പറ്റില്ല, നമുക്ക് കുറച്ച് കുറച്ച് പേരെയൊക്കെ വെച്ച് പരിചയപ്പെട്ടു പോകാം കേട്ടോ. ഓക്കെ, ദെൻ ഇന്ന് ജൂൺ 14 എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? Blood donation day. Blood donation day. ബ്ലഡ് ഡൊണേഷൻ ഡേ ആണെന്ന് അല്ലെ? നമ്മളൊരു ഹോസ്പിറ്റലിനെ പറ്റി പഠിക്കുമ്പോ ഇങ്ങനെയുള്ള ഡേയ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അറിയാത്തവരോടാണ് പറഞ്ഞത്, ഉള്ളത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇപ്പൊ ഡെയിലി അറ്റ്ലീസ്റ്റ് പത്രങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡേയ്സ് ഒക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ ഇങ്ങനെയുള്ള ഡേയ്സ് ഒക്കെ. അപ്പൊ ജൂൺ 14 വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ഡേ അല്ലെ? അതായത് രക്തദാനം ചെയ്യുന്ന. വായിച്ചിട്ടില്ല, പനിയായിരുന്നു. ഓക്കെ, ഇന്ന് പനിയായതുകൊണ്ടാണോ വായിക്കാഞ്ഞത്? ഡെയിലി പത്രമൊക്കെ വായിക്കാനായിട്ട് ശ്രമിക്കാട്ടാ. അറ്റ്ലീസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി പോവുക. ഇങ്ങനെയുള്ള ഡേയ്സും കാര്യങ്ങളും ഹോസ്പിറ്റൽ റിലേറ്റഡ് മാത്രമല്ല, അല്ലാതെ വരുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ് അല്ലെ? രക്തദാന ദിനമാണ് അല്ലെ? ബ്ലഡ് നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒന്നാണ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെ? ബ്ലഡിന് നമുക്ക് എന്താ പറയാ, നമ്മുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്ന ഒരു പുഴയായിട്ട് തന്നെ നമുക്ക് ഉപമിക്കാം അല്ലെ? ഒരു പുഴ പോലെ തന്നെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കണേ നമ്മുടെ ശരീരത്തില് അല്ലെ? അപ്പൊ ആ ഒരു പുഴയുടെ ഒഴുക്ക് എന്ന് നിലയ്ക്കുന്നോ അന്ന് എന്താണ് നമ്മുടെ ജീവൻ നിലയ്ക്കും അല്ലെ? അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത്? ആ ഒഴുകുന്ന ഒരു പുഴയുടെ നിറം എന്താണ്? റെഡ് കളറാണ് അല്ലെ? അതാണ് നമ്മൾ രക്തം എന്നതുകൊണ്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ഒഴുകുന്ന പുഴയാണ്. ആ പുഴയുടെ ഒഴുക്ക് എന്ന് നിലയ്ക്കുന്നോ അന്ന് നമ്മളുടെ ജീവനും നിലയ്ക്കും അല്ലെ? പിന്നെ നമ്മൾ പറയൂ, ഇന്ന് നമ്മള് ജൂൺ 14 നമ്മള് രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ആരുടെ പ്രതീകമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ജൂൺ 14 വേറെ എന്താണ് പ്രത്യേകത എന്ന് അറിയാമോ? ആരുടെ ഒരു പേരിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ നമ്മൾ അങ്ങനെ ആചരിക്കുന്നു എന്ന് പറയാറില്ലേ? ആ ഒരു വ്യക്തിയുടെ പേര് അറിയാമോ ആർക്കെങ്കിലും? അറിയില്ല? ആരും കേട്ടിട്ടില്ല? രക്തദാന ദിനം അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ഡേ എന്ന് മാത്രം നിങ്ങൾ കേട്ടിട്ടുള്ളൂ? ഓക്കെ, അപ്പൊ നമ്മള് ഈ ജൂൺ 14 എന്ന് പറയുന്നത് കോൾ ലാൻഡസ് ട്രെയിനർ എന്ന ആ ഒരു വ്യക്തിയുടെ, ആ ഒരു ശാസ്ത്രജ്ഞന്റെ എന്താ പറയാ, ഒരു ജന്മദിനമായിട്ട് കൂടിയാണെന്ന് ആചരിക്കുന്നത്. ജന്മദിനമല്ല, അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം
അദ്ദേഹമാണ് നമ്മുടെ രക്തത്തിന്റെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയാറില്ലേ, ഓരോരുത്തർക്കും ഓരോ ബ്ലഡ് ഗ്രൂപ്പുകളില്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണോ? അല്ലല്ലോ, എല്ലാവരുടെയും വ്യത്യസ്തമായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകളല്ലേ. അപ്പോ ഇങ്ങനെയുള്ള അതായത് മനുഷ്യ ശരീരത്തില് എന്താണ് വെറൈറ്റി ആയിട്ട് ഓരോ മനുഷ്യരിലും അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും വെറൈറ്റി ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകളാണ് എന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് പോൾ ലാൻഡസ് സ്ട്രെയിനർ. നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചിടാം കേട്ടോ പേര്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. മേ ബി നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ്, നിങ്ങളോട് ചോദിക്കാം അല്ലെ, ബ്ലഡ് ഡൊണേഷൻ ഡേ ആരുടെ ജന്മദിനം അല്ലെങ്കിൽ ആരുടെ സൂചകമായിട്ടാണ് ജൂൺ 14 ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്? നിങ്ങളുടെ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് എഴുതിയിരിക്കും കേട്ടോ. കാൾ ലാൻഡസ് സ്ട്രെയിനർ, കോൾ ലാൻഡസ് സ്ട്രെയിനർ. ഇപ്പൊ ഒന്ന് എഴുതിയെടുക്ക്. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ സ്പെല്ലിംഗ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. എഴുതിയെടുത്തോ. ബ്ലഡ് ഡൊണേഷൻ ഡേ ജൂൺ 14 എഴുതാം. ഓക്കെ, അപ്പൊ ജൂൺ 14 എന്ന് പറഞ്ഞത് രക്തദാനം ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. ദെൻ നമ്മൾ പറഞ്ഞു അത് കോൾ ലാൻഡസ് സ്ട്രെയിനർ എന്ന ഒരു വ്യക്തിയുടെ സൂചകമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ബ്ലഡ് ഡൊണേഷൻ ഡേ ആചരിക്കുന്നത്. അദ്ദേഹമാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ പ്രധാനമായിട്ടും എത്ര ഗ്രൂപ്പുകളാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ പ്രധാനമായിട്ടുള്ളത്? എത്ര ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്ക് അറിയില്ല രക്തത്തിന്റെ ഗ്രൂപ്പുകള്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി സ്വന്തം രക്തഗ്രൂപ്പ് അറിയാമോ എല്ലാവർക്കും? 4 ഗ്രൂപ്പാണോ മാം? അറിയാം. 4 ഗ്രൂപ്പ് അല്ലേ? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടാ. ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കണം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബ്ലഡിനെ പറ്റി അവരവരുടെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് എങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെ? ഏതൊക്കെയാണ് 4 എണ്ണം? A, B, AB, O. O നെഗറ്റീവ്. B, A, B, O അല്ലെ? മെയിൻ ആയിട്ട് നമ്മൾ 4 ഗ്രൂപ്പുകളാണ് ബ്ലഡ് ഗ്രൂപ്പുകളിൽ പറയുന്നത് അല്ലെ? ഇനി ഈ രക്തം നമുക്ക് ഈ രക്തം കൊണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിന് പ്രയോജനം? ഇങ്ങനൊരു രക്തം ഉണ്ട് അല്ലെ? എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള പ്രയോജനം? എന്താണ്? ഓക്സിജൻ സപ്ലൈ സെൽസിന്, ഓക്സിജനും അല്ലെങ്കിൽ മറ്റു നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നു. പിന്നെന്താണ്? ശരീരം ശുദ്ധിയാകുന്നു. ശരീരത്തിനുള്ളിലെ മാലിന്യങ്ങളെയൊക്കെ നീക്കി ശരീരത്തിന് ശുദ്ധീകരിക്കുന്നു. ഓക്കെ, പിന്നെന്തുണ്ട്? പറഞ്ഞോളൂ. പിന്നെ ശരീരത്തിലെ ഊഷ്മാവ് അല്ലെ, ചൂട് അങ്ങനെയുള്ള ശരീര ഊഷ്മാവ് നിയന്ത്രിക്കും അല്ലെ? പിന്നെന്താണ്? ശരീരത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മള് രക്തദാനം അല്ലെങ്കിൽ എന്നിവയെല്ലാം രക്തത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ അല്ലെ? പ്രധാന ധർമ്മങ്ങളാണ്. രക്തം കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങളാണ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? ഓക്സിജനെയും അല്ലെങ്കിൽ മറ്റ് പോഷകങ്ങളെയും വഹിച്ചുകൊണ്ട് പോകും, മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യും. പിന്നെ നല്ലൊരു എന്താ പറയാ ഊർജ്ജമൊക്കെ നമുക്ക് തരുന്നത് ഈ രക്തത്തിലൂടെയാണ് അല്ലെ? അപ്പോ ഇങ്ങനെയുള്ളൊരു ഇത്രയും നമുക്ക് ഉപകാരമുള്ള രക്തം കൊണ്ട് ചെയ്യുന്നത് അല്ലെ? അപ്പോ നമുക്ക് ഒരു തുള്ളി ഒരു രക്തം മറ്റുള്ളവർക്ക് ഒരു ദാനം ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഇല്ല അല്ലെ? നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു പ്രവൃത്തിയാണ് ഈ രക്തദാനം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? ഈ കൂട്ടത്തില് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. നമ്മള് അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ എന്താ പറയാ ഒരു ജീവൻ തന്നെ നിലനിർത്താനും അല്ലെ, മറ്റുള്ള ഒരാളുടെ ആ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഇതാണ് അല്ലെ? ഇപ്പൊ നമ്മളുടെ ശരീരത്തിൽ ഒരു 5 യൂണിറ്റ് വരെ രക്തം നമ്മൾ കൊടുക്കുന്നത് അല്ലെ? 4 ടൈംസ് കൊടുത്തിട്ടുണ്ടത് അതുൽ. ഓക്കെ, വെരി ഗുഡ്. അത് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ രക്തം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ മാക്സിമം നമ്മൾ അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലുകളിലും ഓരോരോ കേസസിലൊക്കെ ഇതുപോലെ എന്താണ് ബ്ലഡ് ഇല്ലാണ്ട് ചിലപ്പോ അത്രയും ബ്ലഡ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ആ ഒരു ബ്ലഡ് കിട്ടാനായിട്ട് അതിനു വേണ്ടി കിടക്കുന്ന രോഗികളുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത് അല്ലെ? അപ്പൊ എല്ലാവരും മാക്സിമം അങ്ങനെയൊക്കെ ഒന്ന് സ്വയം അതിനൊക്കെ നമുക്ക് എന്താ പറയാ നമ്മൾ തന്നെ സ്വയം തയ്യാറാവണം അല്ലെ?
ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രക്തം നമുക്ക് എന്താ പറയാ നമ്മള് ഇപ്പൊ ഒരു രക്തദാനം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. ചില അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോ ഇപ്പൊ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ക്യാൻസർ അങ്ങനെ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ എന്താ പറയാ പ്രഗ്നന്റ് ആയവര് അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നവര് അവർക്കൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് അവരുടെ രക്തം നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അത്ര രക്തം ആവശ്യമാണ്. സോ അങ്ങനെയുള്ളവരെ മാത്രം ഒഴിച്ചു നിർത്തി ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, രക്തം ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സോ നിങ്ങള് മാക്സിമം എന്താ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഓരോരുത്തർ കൊടുത്തിട്ടില്ല, ഹസ്ബൻഡും എല്ലാവരും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, നല്ല കാര്യം കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഗുണം എന്തായാലും എങ്ങനെയെങ്കിലും കിട്ടും. ഓക്കെ, അപ്പൊ ആരും മറക്കരുത്, ഇനി ജൂൺ 14 ബ്ലഡ് ഡൊണേഷൻ ഡേ. ഓക്കെ അല്ലേ? ആരുടെ പേരിലാണ് നമ്മൾ ഇത് അറിയപ്പെടുന്നത്? പോൾ ലാൻഡസ് സ്ട്രെയിനർ. സ്ട്രെയിനർ എന്നുള്ളൊരു പേര് ഓർത്തിരിക്കുക കേട്ടോ, സ്ട്രെയിനർ. ഇനി കോൾ ലാൻഡസ് കിട്ടിയില്ലെങ്കിലും സ്ട്രെയിനർ എന്നുള്ളൊരു ടേം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? ഇനി ആരും മറക്കില്ലല്ലോ ബ്ലഡ് ഡൊണേഷൻ ഡേയും അത് ആരുടെ പേരിലാണെന്നുള്ളതും. ഓക്കെ ആണോ? ആരുടെ റിപ്ലൈ ഇല്ലല്ലോ? ഓക്കെ മാം. രാവിലെ എന്താ എല്ലാവർക്കും ഉഷാറില്ലേ? നിങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരും? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? ഉഷാറായിട്ട് ഇരിക്കെ, ഫസ്റ്റ് ക്ലാസ് അല്ലേ, അപ്പൊ നല്ല ഉഷാറായിട്ടിരിക്കണം. നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ഇനി കിടക്കുകയാണ് അല്ലെ. അപ്പൊ സോ അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. ബ്ലഡ് ഡൊണേഷൻ ഡേ ആയതിന്റെ പേരിലാണ് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ടെക്നിക്കൽ ഇഷ്യൂ ഇല്ലെന്തോ ഒന്ന് ക്ലിയർ ചെയ്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ICU എന്താണെന്ന് നോക്കിയായിരുന്നു അല്ലെ. ICU നോക്കി, ഹൂ കെയർഡ്, ആരൊക്കെയാണ് ICUയിൽ പ്രവേശിപ്പിക്കുക, പിന്നെ നമ്മള് കോമൺ ടൈപ്സ് അല്ലെ, എത്ര ടൈപ്സ് ഉള്ള ICUs ഉണ്ടെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ദെൻ നമ്മള് ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും നോക്കി. സ്റ്റാഫിംഗ് നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? പറഞ്ഞില്ലേ സ്റ്റാഫിങ്ങിനെ പറ്റി? സ്റ്റാഫിംഗ് ICU ക്രൈറ്റീരിയ ക്രൈറ്റീരിയയില കുറച്ച് പോയിന്റ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഓക്കെ, ഇത്രയും വരെ എല്ലാവരും ഓക്കെയല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. അതിന് ടൈം കളയുന്നില്ല, കുറച്ച് സെക്ഷനും കൂടി ഇന്ന് എടുക്കാനുണ്ട്. ഇതുവരെ ഓക്കെ ആണെന്ന് നോക്കണ്ടേ, ഇതിലല്ലേ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ICU എന്താണ്? ICU എന്നത് അർത്ഥമാക്കുന്നത് ഒന്ന് ഷോർട്ട് ആക്കി ഒരാളെന്ന് പറയാമോ?
നിങ്ങൾക്ക് പറ്റുന്ന പോലെ പറഞ്ഞോളൂ. ഓക്കെ, സുമി പറഞ്ഞോളൂ, ട്രൈ. ഓക്കെ, സുമി പറഞ്ഞോളൂ. ഓക്കെ, ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താണ് ICU എന്ന് മനസ്സിലാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? Intensive care for critically ill or injured patient, which is operated by specially trained medical staff and has equipment that allow for continuous monitoring and life support. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോളൂ. മീനിങ് പറഞ്ഞാല് ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗമോ അല്ലെങ്കിൽ ഇഞ്ചേർഡ് വല്ല അപകടവും സംഭവിച്ച പേഷ്യൻസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നൽകുന്നതിനെയാണ് ICU എന്ന്. ICU എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നത്. അവിടെ എന്താണ് പറഞ്ഞത്? ധാരാളം മോണിറ്ററിംഗ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അലൗ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ICU. ഏതെല്ലാം സിറ്റുവേഷനിൽ, അല്ലെ, ഏതെല്ലാം തരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞേ. നിങ്ങൾ മാക്സിമം നോക്കാണ്ട് സ്വയം ഒന്ന് പറഞ്ഞു നോക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. Severe burns, സെർവർ ബേൺസ് ഉണ്ടാവോ? respiratory failure, ഓക്കെ, cardiothoracic surgery, complex spinal surgery, major trauma, organ transplant, sepsis, cardiac arrest. ഓക്കെ, എല്ലാവർക്കും ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാവർക്കും പറയിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതാണ് നിങ്ങൾ ഓരോരുത്തർ വായിക്കുന്നു പറയുന്നത് കേട്ടാ. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കോമൺ ടൈപ്സ്, അല്ലെ? CICU പറഞ്ഞു, GICU, MICU. എന്താണ് NICU? NICU ആർക്ക് വേണ്ടിയിട്ടാണ്? neonatal ICU care, ശിശു, നവജാത ശിശു. നവജാത ശിശു, അല്ലെ? ഓക്കെ, നമ്മൾ പറഞ്ഞു ന്യൂറോ, പീഡിയാട്രിക്, സർജിക്കൽ, ട്രോമ. എന്താണ് ട്രോമ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ? ആരാണ് ട്രോമ പേഷ്യന്റ്? ആഘാതം സംഭവിച്ച അല്ലെങ്കിൽ വല്ല വീഴ്ചയും സംഭവിച്ചാൽ വരുന്ന രീതികളെ വീഴ്ചകളോ അല്ലെങ്കിൽ ഇങ്ങനെ കേസുകളോ വാഹനങ്ങൾ കൂട്ടിയിടിക്കൽ അങ്ങനെയുള്ള വലിയ വലിയ ആഘാതങ്ങൾ ഉള്ളതാണ് ഈ ട്രോമ പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മറക്കരുത്, ട്രോമ. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റിലും വരുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാനുണ്ട് നമുക്ക്. നമ്മള് സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അവിടെ ആരൊക്കെയുണ്ട്? സ്റ്റാഫുകളുണ്ട്, ICU ഇൻചാർജ്, റെസിഡന്റ് ഡോക്ടർ, ഉണ്ടാകും, അല്ലെ? നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാകും. പിന്നെ ഓക്സിലറി പേഴ്സണൽ, ടെക്നീഷ്യന്മാരും നഴ്സിംഗ് എയ്ഡ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെ? നമ്മൾ പറഞ്ഞു ICUലെ രജിസ്ട്രാറിനെ പറ്റി, അല്ലെ? അദ്ദേഹം ആരായിരിക്കും? അനുസരിച്ച് അയാൾക്ക് കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കാം. പിന്നെ നമ്മൾ ഡ്യൂട്ടീസ് എങ്ങനെയാ പറഞ്ഞത്? എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി? 12 മണിക്കൂറാണ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ജൂനിയറിന്റെ പറഞ്ഞായിരുന്നു. ജൂനിയറിൽ നമ്മൾ പറഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു ഡോക്ടർ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ആ ഒരു ഡോക്ടറാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സും എല്ലാ സമ്മറീസും കീപ്പ് ചെയ്യുന്നത്. ഒരു സംശയം നമ്മളെ ക്വസ്റ്റ്യൻ ഇട്ടില്ലേ ക്ലാസ് റൂമിലെ? അതില് ഈ ക്വസ്റ്റ്യന് ഞങ്ങൾ എല്ലാവരും ജൂനിയർ ഡോക്ടർ തന്നെയാണ് ആൻസർ ചെയ്തത്. പക്ഷെ അത് സെക്രട്ടറി കൊടുത്തിരിക്കണം. ആൻസർ അതായിരുന്നു. ഏതാണ്ട് മോക്ക് ടെസ്റ്റിലല്ലേ? ഓക്കെ, നമ്മൾ നോക്കാട്ടോ, ഒന്ന് ക്ലിയർ ചെയ്യാട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നമുക്കത് വേറൊരു സെക്ഷൻകാരാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ കാര്യങ്ങൾ ചെയ്ത് തരുന്നത്. നോക്കാട്ടോ അത് ക്വസ്റ്റ്യൻ, അല്ലേ? ഓക്കെ, നോക്കി ക്ലിയർ ചെയ്യാട്ടോ. അതെന്തായാലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്തില്ലേ? അതെ, ഞങ്ങൾ ആൻസർ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അത് തെറ്റായിട്ട് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ കിട്ടിയില്ലേ? ക്ലിയർ ആയില്ലേ? തെറ്റ് കണ്ടെത്താൻ പറ്റിയോ? ടീച്ചറിനോട് ചോദിക്കണം എന്ന് കരുതിയതായിരുന്നു. ഓക്കെ, നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കിൽ വന്നതായിരിക്കും കേട്ടോടാ. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ICU അഡ്മിഷൻ ആണ് പറഞ്ഞത്. അഡ്മിഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ,
ഇനി നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് ICU തന്നെ വരുന്ന ബാക്കി കാര്യങ്ങളാണ് കേട്ടോ ഇനി എടുക്കാൻ പോകുന്നത്. അധികം കുറെ ഓവറായിട്ടൊന്നും തോന്നില്ല. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ അല്ല ICU കാര്യങ്ങള്? ആർക്കും വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല മാഡം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഇതുപോലെ ഹോസ്പിറ്റലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവരായിരിക്കും അല്ലെ? കുറെ ഗ്യാപ്പുള്ളവരൊക്കെ ഉണ്ടാവും കൂട്ടത്തില് അല്ലെ? നമ്മള് അല്ലെ ഇപ്പൊ കുട്ടികളുള്ളവരും ഗ്യാപ്പുള്ളവരും അങ്ങനെയുള്ള യാതൊരു ഹോസ്പിറ്റലായിട്ട് റിലേറ്റഡ് അല്ലാത്തവരായിരിക്കാം അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേയ്മെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ പഠിക്കണമല്ലോ. അപ്പൊ സോ അതുകൊണ്ട് നമ്മൾ പയ്യെ പയ്യെ പഠിച്ചു പോവാം കേട്ടോ. വളരെ ബുദ്ധിമുട്ടാണെന്ന് ഒട്ടും വിചാരിക്കണ്ട. ചില പാഠങ്ങൾ നമുക്ക് ഈസി ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ കുറച്ച് ടഫ് ആയിരിക്കും അല്ലെ? അങ്ങനെയല്ലേ എവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഏതൊരു ക്ലാസ്സിലായാലും ഏതൊരു കോഴ്സിലായാലും കുറച്ച് നമുക്ക് സിമ്പിൾ ആയിരിക്കും, കുറച്ച് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നമ്മളുടെ അനുസരിച്ച് നമ്മൾ പഠിച്ചു പോകാം കേട്ടോ. മാക്സിമം നമുക്ക് നിങ്ങൾക്ക് പഠിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ഹെൽപ്പുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകണം. നോക്കാം ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് കേട്ടോ. ഓരോ ദിവസത്തില് ഡേ ടു ഡേ എങ്ങനെയൊക്കെയാണ് ICUയിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ നോക്കാം അല്ലെ? നമുക്കറിയില്ലല്ലോ, നമ്മൾ ICUയിൽ ഒരു ബൈസ്റ്റാൻഡർ നിർത്താറുണ്ടോ ഹോസ്പിറ്റലില്? ഇല്ല മാം. ക്ലിയർ ആണോ എല്ലാവർക്കും? നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. കാരണം നമ്മള് എന്താ പറയാ, ഒരാൾ നിങ്ങൾ മ്യൂട്ട് ചെയ്തെങ്കിലേ ഇപ്പൊ അവിടുത്തെ ആ ഒരു സൗണ്ട്സും കാര്യങ്ങളും ബാക്കി എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിനെ അഫക്ട് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാ, ഒന്ന് മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്, അതായത് ഒരു ICUയിൽ നടക്കുന്ന ആ ഒരു ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഒരു പേഷ്യന്റ് ICUയിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ബൈസ്റ്റാൻഡറിന്റെ ആവശ്യമില്ല, ബൈസ്റ്റാൻഡർ നിൽക്കാറില്ല. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നഴ്സസും അല്ലെങ്കിൽ സജ്ജീകരണങ്ങളും അവർക്ക് പ്രത്യേക കെയറും കാര്യങ്ങളൊക്കെയാണ് ICUയിൽ ലഭിക്കുക. സോ അവിടെ ഒരു ബൈസ്റ്റാൻഡറിന്റെ ആവശ്യം വരുന്നില്ല. എന്തൊക്കെയാണ് അപ്പോ ആ ഒരു ICUവിനുള്ളിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓരോ പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓരോ പോയിന്റ്സും ഞാൻ വായിക്കുമ്പോൾ കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോപ്പി നോക്കി വായിക്കാം. സോ ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സ്ക്രീനിൽ തന്നെ നോക്കി ഞാൻ വായിക്കുമ്പോൾ എന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഒന്ന് സ്വയം വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലേക്ക് അതിന്റെ ഒരു മീനിങ് കിട്ടും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യന്റ് ഇൻ ICU. കണക്ഷൻ വിത്ത് പാരന്റ് യൂണിറ്റ് ഈസ്, പാരന്റ് യൂണിറ്റ് മീൻസ് എന്താണ്? പാരന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാതൃകാപരമായിട്ടുള്ള യൂണിറ്റ്, മാതൃകാപരമായിട്ടുള്ള ഒരു യൂണിറ്റ്. അതായത് connection with the parent unit is necessary for proper treatment of patient in ICU. പാരന്റ് യൂണിറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ICUയിൽ തന്നെ ഒരു മാതൃകപരമായിട്ടുള്ളത്, അതായത് അവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രീറ്റ്മെന്റ് നൽകും അല്ലെ? സ്റ്റാർട്ടിങ്ങിൽ ഒരു തുടക്കത്തിൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആ ഒരു പാരന്റ് യൂണിറ്റിൽ നൽകുന്നു. ദെൻ അങ്ങനെയുള്ള ഒരു പാരന്റ് യൂണിറ്റിന്റെ ട്രീറ്റ്മെന്റ് അവരോടുള്ള ഒരു കണക്ഷൻ വിത്ത് പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ICUയിലെ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് പാരന്റ് യൂണിറ്റിലെ ഒരു കണക്ഷൻ അത്യാവശ്യം ആണ്. നിങ്ങൾ വേറെ ഒന്നും കടന്ന് ചിന്തിക്കേണ്ട. നമ്മൾ ഒരു ICUയിലോട്ട് കിടക്കുമ്പോൾ തന്നെ ഫസ്റ്റ്ലി നമ്മൾ പ്രോപ്പർ ആയിട്ട് കുറച്ച് ട്രീറ്റ്മെന്റ്സ് നൽകില്ലേ, അതിനാണ് ഇവിടെ ഒരു പാരന്റ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മാതൃക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ ചെയ്യും. ദെൻ ഇതെല്ലാം ഓക്സിജനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്ററിംഗ് ഒക്കെ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ശരീരത്തിലേക്ക് ഘടിപ്പിക്കും അല്ലെ? എന്നിട്ടാണ് ആളെ എന്ത് ചെയ്യുക, അവിടെ അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്നത്. ദെൻ ഒബ്സർവേഷനിലായിരിക്കുമല്ലോ ആ വ്യക്തി. ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഈ പാരന്റ് യൂണിറ്റ് ചെയ്യുന്നത്. സോ പാരന്റ് യൂണിറ്റ് കണക്ഷൻ, അതായത് പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ICU പേഷ്യന്റിന് അത്യാവശ്യം ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. Routine ICU rounds shall be held in morning 9 to 11 AM under whom patient is admitted. The main decide regarding treatment is taken in these rounds. നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ മേ ബി റൂമിലോ വാർഡിലോ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിലും ഡെയിലി രാവിലെ ഡോക്ടർ വരാറില്ല, ഈ റൗണ്ട്സിന് വരുന്നു പറയും. ചിലപ്പോ രോഗികളുടെ ഈ റൗണ്ട്സ് കഴിഞ്ഞിട്ടായിരിക്കും ആ ഡോക്ടറിന്റെ റൂമില് ബാക്കി പേഷ്യൻസിന്റെ കൺസൾട്ടൻസിന് വേണ്ടി ഇരിക്കുന്നത് അല്ലെ?
സോ അതുപോലെ തന്നെ ഒരു ഐസിയുയിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ റൗണ്ട്സിന് വരുന്ന ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9 to 11, 9 മണിയുണ്ടെങ്കിൽ ആ ഒരു 11 മണി ആ ഒരു ടൈമിലാണ് പേഷ്യന്റിനെ ഡോക്ടർ റൗണ്ട്സിനായിട്ട് വരുന്നത്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഐസിയുല് അഡ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ ഡോക്ടർ റൗണ്ട്സിന് വരുന്ന ടൈം എന്ന് പറയുന്നത് 9 to 11. ആ സമയത്തിനുള്ളിലാണ് ഡോക്ടർ റൗണ്ട്സിന് വരുന്നത്. ഇനി എന്താണ് നോക്കാം കേട്ടോ. ദ മെയിൻ ഡിസിഷൻ റിഗാർഡിംഗ് ട്രീറ്റ്മെന്റ് ഈസ് ടേക്കൻ ഇൻ ദിസ് റൗണ്ട്. ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടർ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യും അല്ലെ. ചിലപ്പോൾ പൾസ് നോക്കാം, അല്ലെങ്കിൽ BP നോക്കാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്യും. ആ ഒരു റൗണ്ട്സിന് ശേഷം ഡോക്ടർ ഇങ്ങനെ പറയാറുണ്ട് അല്ലെ. നമുക്കറിയാം ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ ഇതുപോലെ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കാം അല്ലെ, ഇപ്പൊ കുറവുണ്ട് എന്നൊക്കെ നമ്മളോട് പറയാറില്ലേ. നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ ചോദിക്കാറില്ലേ, ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട്, നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡോക്ടർ ഐസിയുവിലെ പേഷ്യൻസിന് റൗണ്ട്സിന് വരുമ്പോ ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ തീരുമാനിക്കും. ഈ ഒരു റൗണ്ട്സിന് ശേഷം എന്തെങ്കിലും റിക്കവറി ഉണ്ടോ ആക്ക്, അല്ലെങ്കിൽ കൂടുതൽ വീണ്ടും ക്രിട്ടിക്കലിലേക്ക് പോവുകയാണോ, അങ്ങനെയൊക്കെ ഡോക്ടർ തീരുമാനിക്കും. ആ ഒരു ടൈമിലാണ് ഡോക്ടർ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദെൻ തുടർന്നുള്ള ട്രീറ്റ്മെന്റ് തീരുമാനിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഡോക്ടർ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 9 മണി തുടങ്ങി 11, 9 to 11 അതിനിടയ്ക്കാണ് റൗണ്ട്സിന് വരുന്നത്. റൗണ്ട്സിന് വരുമ്പോഴാണ് ബാക്കി ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളെല്ലാം ഡോക്ടർ വിശദീകരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. The treatment initiated to patient is written by the senior resident posted in ICU. Extensive care is given to patient. നോക്കാം. The treatment initiated എന്ന് പറഞ്ഞാൽ ആരാണ്? ആരംഭിക്കുക അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതാണ് ഇനിഷ്യേറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത്. The treatment initiated to patient is written by senior resident posted in ICU. Extensive care is to given patient. നോക്കാം. അതായത് രോഗിക്ക് ആ ഒരു ഐസിയുവിൽ കിടക്കുന്ന പേഷ്യൻസിന് ആരംഭിക്കുന്ന ആ ഒരു ചികിത്സ അല്ലെങ്കിൽ നൽകുന്നത് ആരാണ്? സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ആയിരിക്കും. മീൻസ് അതായത് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു സീനിയർ ഡോക്ടർ ആയിരിക്കുമല്ലോ ഐസിയുവിൽ ആ ഒരു പേഷ്യന്റിനെ നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ഇൻ ICU, അദ്ദേഹമാണ് ആ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് നമ്മൾ പറഞ്ഞില്ല, ഒരു സീനിയർ ഡോക്ടർ ഉണ്ടാകുന്ന ICUല് ആ ഒരു സീനിയർ റെസിഡന്റ് ആയിരിക്കും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഇനിഷ്യൽ ചെയ്യുന്നത്. അവർക്ക് രോഗിക്ക് വിപുലമായിട്ടുള്ള, എക്സ്റ്റെൻസീവ് മീൻസ് വിപുലമായിട്ടുള്ള, അതായത് എല്ലാ തരത്തിലുള്ള വിപുലമായിട്ടുള്ള കെയറും കാര്യങ്ങളും നൽകുന്നത് ആരാണ്? സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, 3 പോയിന്റ്സ് ആണ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയറിൽ പറയുന്നത്. ഓക്കെ, ഒരാളൊന്ന് വായിക്കാമോ? ഫസ്റ്റ് 3rd പോയിന്റുകൾ, 3 പോയിന്റുകൾ ഒന്ന് വായിച്ചേ. Day to day care procedure. First, connection with the parent unit is necessary for proper treatment of patient in ICU. ഓക്കെ, മീനിങ് പറഞ്ഞോളൂ. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? ഒരു ഐസിയുല് പ്രോപ്പർ ആയ ഒരു ICU പേഷ്യന്റിന് മാതൃകമായ ഒരു ഇത് അത്യാവശ്യമാണ് നൽകുന്നത്. പാരന്റ് യൂണിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നെസസറി ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വായിക്കൂ. Routine ICU rounds shall be held in morning at 9 and 11 a.m. under whom patient is admitted. The main decision regarding treatment is taken in this round. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോ ഡോക്ടർ റൗണ്ട്സിന് വരുന്നത് 9 to 11 ടൈമിലാണ്. ഈ റൗണ്ട്സ് കഴിഞ്ഞാണ് ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ഡോക്ടർ തീരുമാനിക്കുന്നത്. The treatment initiated to patient is written by the senior resident posted in ICU. Extensive care is given to patient. പറഞ്ഞാല് രോഗികൾക്ക് നൽകുന്ന ചികിത്സ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ആയിട്ടുള്ള ആളാണ് വിപുലമായ ചികിത്സ നൽകുന്നത്. ചികിത്സയിൽ പിന്നെ എക്സ്റ്റൻസീവ് കെയർ, വിപുലമായിട്ടുള്ള ഒരു കെയറും കാര്യങ്ങളൊക്കെ പരിചരണം നൽകുന്നത് ഈ സീനിയർ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റിലോട്ട് നമ്മൾ പോവുകയാണ്.
ഇനി ഡിസ്ചാർജ് പ്രൊസീജിയർ. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആളെ ഡിസ്ചാർജ് ചെയ്യാൻ പോണേണ് കേട്ടോ. ഐസിയു കിടക്കുന്ന പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പോണേണ്. അപ്പൊ ഇനി ആ ഡിസ്ചാർജിൽ കുറെ പ്രോസസ് ഒക്കെ ഉണ്ട് അല്ലെ. നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ ഡിസ്ചാർജ് പ്രോസസ് ഇല്ലേ, അല്ലെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ആയി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് അപ്പൊ തന്നെ നമുക്ക് ഓടി പോകാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ബിൽ പേയ്മെന്റും കാര്യങ്ങളും ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിന് പ്രോസസ്സുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ഐസിയുവിൽ ഒരു പേഷ്യന്റ് കിടക്കുമ്പോഴും ആ ഒരു ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള പ്രോസസ്സുകളും കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? 3 പോയിന്റ്സ് ഉള്ളൂ. എളുപ്പമാണ്, നിങ്ങൾക്ക് സ്വയം വായിച്ച് തന്നെ മനസ്സിലാക്കാവുന്ന പോയിന്റ്സുകളാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. പേഷ്യൻസ് who are recovered and are steady can be discharged. Patient who are recovered അല്ലെ, റിക്കവർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയും സ്റ്റഡി ആയിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ഒരു സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന ആളെ ഒരു ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യോ ഹോസ്പിറ്റലിൽ നിന്ന്? അങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. ആള് റിക്കവറി ആയി എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മളെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ അല്ലെ. അതിപ്പോ ഏത് ഐസിയുന്ന് മാത്രമല്ല, ഏതൊരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാലും നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിക്കവറി പൂർണ്ണമായിട്ട് റിക്കവറി ആയി എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഡിസ്ചാർജ് ചെയ്യാറുള്ളൂ. സോ അതുപോലെ ഐസിയുലും പറയുന്നത് ആള് റിക്കവറി ആയോ, എങ്കിൽ സ്റ്റഡി ആയോ എങ്കിൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. ഓക്കെ, ഇനി മ്യൂട്ട് ചെയ്യാത്തത് ആരാന്ന് മ്യൂട്ട് ചെയ്ത് എല്ലാവരും. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ കാര്യങ്ങള്. ഓക്കെ, മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു എല്ലാവർക്കും ഡിസ്റ്റർബ് ആയിരിക്കും കോമൺ ആയിട്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയിപ്പിക്കും അല്ലെ, മ്യൂട്ട് ചെയ്യൂ. ഓക്കെ കേട്ടോ. അപ്പൊ ഇനി സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണല്ലോ. സെക്കൻഡ് പോയിന്റ് നോക്കാം. പേഷ്യൻസ് ഇൻ ഹൂം ഇമ്മീഡിയറ്റ് threat is lessened but needs close observation can either be discharged towards intermediate care areas depending on need for ICU beds. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? Patient in whom immediate threat is lessened but needs close observation can either be discharged to wards or intermediate care areas depending on needs for ICU beds. ഒന്ന് സെക്കൻഡ് പോയിന്റ് ഒന്ന് എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കാം. മീനിങ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കി എല്ലാവരും. പെട്ടെന്ന് വായിക്കട്ടോ. യെസ് മാം, വായിച്ചു. ഓക്കെ, വായിച്ചോ? എന്നിട്ട് എന്തെങ്കിലും മീനിങ് കിട്ടിയായിരുന്നോ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായ ആളൊന്ന് പറഞ്ഞു കൊടുത്ത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായോ? ക്ലോസ് ഒബ്സർവേഷനും വേണ്ടുന്ന പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കലും ഡിസ്ചാർജ് ചെയ്ത വാർഡ്സിലേക്ക് മാറ്റില്ല. പറഞ്ഞോളൂ, ഒരാളെ കൂടി പറഞ്ഞേ. അത് ഇതില് പേഷ്യൻസ് ഇൻ ഹോം ഇമ്മീഡിയറ്റ് ത്രെറ്റ്, അതായത് പെട്ടെന്നുള്ള ഐസിയുലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം മാറിയിട്ട് കുറച്ച് സമാധാനമായി കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ ഐസിയുന്ന് നമുക്ക് അവിടെയുള്ള വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നാണ് പറയുന്നത്. ട്രീറ്റ്മെന്റ് കൂടി വേണം, പക്ഷെ അവരെ ത്രെട്ട് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. എല്ലാരും പറഞ്ഞതൊക്കെ ഓക്കെയാണ്. എല്ലാവരും ഏകദേശം പറഞ്ഞത് ഓക്കെയാണ് കേട്ടോ. ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഈസ് ലെസൺഡ്. ലെസൺ മീൻസ് എന്താണ്? കുറഞ്ഞൊരവസ്ഥ. അതായത് ആ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷന്റെ ആ ഒരു തീവ്രത കുറഞ്ഞു അല്ലെ. അതായത് ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് ആള് കുറച്ച് റിക്കവറി ആയി. അങ്ങനെയുള്ള ഒരു തീവ്രത കുറയുന്നു. എന്നാൽ എന്താണ്? ഒബ്സർവേഷൻ ആവശ്യമാണ്. ഒബ്സർവേഷൻ വേണം, നിരീക്ഷണം വേണം. ആൾക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാൻ പറ്റില്ല. പക്ഷെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് എന്താണ്? ആള് കുറച്ച് റിക്കവറി ആയി. ബട്ട് അയാൾക്ക് നിരീക്ഷണം വേണം, ഒബ്സർവേഷൻ വേണം. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു എന്താ പറയാ, ഇന്റർമീഡിയറ്റ് ഏരിയയിലോട്ട് മാറ്റും. ഇന്റർമീഡിയറ്റ് ഏരിയ മീൻസ് ഇതുപോലെ അടുത്തുള്ള ഒരു ICU വാർഡുകളൊക്കെ ഉണ്ടാവും അല്ലെ, വാർഡ്സുകൾ ഉണ്ട്, വാർഡിലോട്ട് മാറ്റും അല്ലെ. നമുക്കറിയാം ഇപ്പോ ICU തന്നെ കൂടുതൽ ദിവസം കിടക്കില്ല. ആള് കുറച്ചൊരു
2 ഡേയ്സോ 3 ഡേയ്സോ കഴിഞ്ഞിട്ട് റിക്കവറി ആയിട്ടുണ്ടെങ്കിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആളെ എന്ത് ചെയ്യും, വാർഡിലേക്ക് മാറ്റും. ദെൻ വാർഡില് തുടർന്നുള്ള കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആകാറുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. കാരണം നിങ്ങൾ എക്സ്ട്രാ കുറേ ഒന്നും അങ്ങനെ ഓർക്കണ്ട. നമ്മൾ നോർമലി ഒരു ICU കിടക്കുമ്പോൾ നമുക്കറിയാം ഒരു 2 ദിവസവും 3 ദിവസവും ICUലുള്ള ക്രിട്ടിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൂമിലേക്ക് വാർഡിലോട്ട് കുറച്ച് ദിവസം ഷിഫ്റ്റ് ചെയ്യാറില്ലേ. ദെൻ എന്നിട്ടാണ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ആണ് ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ് മാം. ഓക്കെ, അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആയില്ലേ? നമ്മൾ ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ അങ്ങനെ ടീച്ചർ പറഞ്ഞപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, മനസ്സിലായി. ഇനി തേർഡ് പോയിന്റ് നോക്കാം കേട്ടോ. Patient in whom death is agreed to be impending even if intensive care is continued again, kept in ICU depending on availability of resources. തേർഡ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾ സ്വയം വായിക്കാം കേട്ടോ. തേർഡ് പോയിന്റ് വായിച്ചോ? യെസ് മാം. ഓക്കെ, ഒരാൾ ആ പോയിന്റ് ഒന്ന് വായിച്ച് തേർഡ് പോയിന്റ് വായിക്കൂ. ഒരാൾ വേഗം വായിക്കൂ. Patient in whom death is agreed to even if intensive care is continued again, kept in ICU depending on availability of resources. ഓക്കെ, സുമയ്യ വായിച്ചിട്ട് എന്താണ് സുമയ്യക്ക് മനസ്സിലായത് അതിൽ നിന്ന്? പേഷ്യൻസിന്റെ എഗ്രീഡ് ആണ്, പക്ഷെ ഇന്റൻസീവ് കെയർ ഒന്നും കൂടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് പറയാണ്ടൊന്നും ഇരിക്കണ്ട കേട്ടോ. ആരും നമ്മൾ നമുക്കറിയാവുന്ന കാര്യമൊന്നുമല്ലല്ലോ, നമ്മൾ പഠിക്കണേലുള്ളൂ. നമ്മൾ തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. എന്തെങ്കിലും നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ പറയിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, സുമയ്യ കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞു ഒരു വിധം നോക്കാം. Patient whom death is agreed to be impending even if intensive care is continued again, kept in ICU depending on availability of resources. Means നമുക്കറിയാം ചില പേഷ്യൻസിന് ചില മാരകമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസസിനെ നമ്മൾ ICUല് അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഡോക്ടർക്ക് നോക്കുമ്പോൾ ഡോക്ടർക്ക് അറിയാലോ ആള് റിക്കവറി ആവോ അല്ലെങ്കിൽ മെഡിസിനോട് പ്രതികരിക്കുന്നുണ്ടോ. നമ്മള് പറഞ്ഞു കേട്ടിട്ടില്ലേ, ചില പേഷ്യൻസ് ഒക്കെ ഒരു എന്താ പറയാ 2 days കിടന്നിട്ടും 3 days കിടന്നിട്ടും മെഡിസിനോട് ആള് ഒട്ടും പ്രതികരിക്കുന്നില്ല. അല്ല, ഒരു മെഡിസിൻ ചെയ്തിട്ട് ആൾക്ക് ഒരു പ്രയോജനം വരുന്നില്ല, ഒരു മാറ്റവും വരുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഒക്കെ വരില്ലേ. സോ അത് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ആള് റിക്കവറി ആകോ അല്ലെങ്കിൽ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്നൊക്കെ ആർക്കറിയാൻ പറ്റും. നമുക്കറിയില്ലല്ലോ. ഒരു നഴ്സിനെ അപേക്ഷിച്ച് നഴ്സിനും ഡോക്ടേഴ്സിനൊക്കെ അവർക്ക് അതിനുള്ളൊരു പ്രത്യേക എന്താ പറയാ ഒരു സ്കിൽഡ് ആയിട്ടുള്ളവരല്ലേ അവര്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ICUല് ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് ആ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് തുടരുകയാണെങ്കിൽ പോലും ചിലവർക്ക് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് ആർക്കറിയാൻ പറ്റും? ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും. മെഡിസിനോടൊന്നും ആള് ഇതാവുന്നില്ല അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല, ബോഡി ഫുള്ള് എന്താണ് വീക്കാണ്, നമുക്ക് ഒട്ടും ചാൻസ് ഇല്ല ആള് തിരികെ ജീവിതത്തിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ആളെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. നമ്മൾ വെറുതെ അങ്ങനെ ICUല് കിടത്തിക്കൊണ്ട് ഒരു കാര്യമില്ല, മെഡിസിനോട് പ്രതികരിക്കുന്നില്ല. അങ്ങനെയുള്ള ചില പേഷ്യൻസിന് ഇപ്പൊ കിടപ്പ് രോഗികളെ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ ICU കൊണ്ടിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ICUലൊക്കെ കിടക്കൽ മാത്രമേ ഉള്ളൂ. അവര് മെഡിസിനോടും മരുന്നിനോടും ഒന്നും പ്രതികരിക്കില്ല. അപ്പൊ ഡോക്ടേഴ്സ് എന്ത് പറയും? ഞാൻ മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല, നമ്മൾ മാക്സിമം നോക്കി. പക്ഷെ അങ്ങനെ ചിലപ്പോ അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ്, ആളുടെ ബോഡി ആകെ വീക്കാണ്. പിന്നെ നമുക്ക് ആളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് എക്സ്ട്രാ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തത് കൊണ്ട് ആളെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന് വരെ പറയാം അല്ലെ. മാക്സിമം അവർ നോക്കും. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എല്ലാ ഡോക്ടേഴ്സും മാക്സിമം അവരാൾ കഴിയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് നൽകും അല്ലെ. ദെൻ ഇതുപോലെ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, ദെൻ ബോഡി ഫുൾ വീക്കാണ്, ഒട്ടും പ്രതികരണം, അങ്ങനെയുള്ള സിറ്റുവേഷൻ മരണം സംഭവിക്കും. ഇങ്ങനെ തുടർ ചികിത്സ ചെയ്താൽ പോലും മരണം സംഭവിക്കും.
ചില കേസസ് ഒക്കെ നമ്മൾക്ക് അറിയാം അല്ലെ, ചിലത് ഇപ്പൊ സർജറി ഒക്കെ ചെയ്ത് പറയും. പക്ഷെ മേജർ സർജറി ഒക്കെ ചെയ്താൽ ചിലപ്പോ മരണം വരെ സംഭവിക്കുന്ന തരത്തിലുണ്ട്. ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊന്നും മേജർ ആയിട്ടുള്ള സർജറീസ് ഒന്നും ചെയ്യില്ല അല്ലെ, കാരണം അങ്ങനെ അതൊരു റിസ്ക് ആണ് അങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോ ആ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ അത് വേണ്ടാന്ന് വെക്കും അല്ലെ, അങ്ങനെയുള്ള സർജറി ചെയ്യണ്ടാന്ന് തീരുമാനിക്കും. സോ അതുപോലെ എന്താ പറയാ, ഐസിയുവിൽ കിടക്കുമ്പോൾ മരണം സംഭവിക്കാം എന്ന് വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 ടൈപ്പാണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ 3 Yes, ma'am. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചിങ്ങനെ എക്സാമ്പിൾ ഒക്കെ ഇട്ട് തരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? ഓക്കെ, നമുക്ക് മാക്സിമം എക്സാമ്പിൾ ഒക്കെ ഇട്ട് നോക്കാട്ടോ. ചിലതിന് നമുക്ക് ചില ടേമും കാര്യങ്ങളും നമുക്ക് കൂടുതൽ എക്സാമ്പിൾ തരാനോ അല്ലെങ്കിൽ വിശദീകരിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിന്റെ മീനിങ് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. ഇനി നമുക്ക് എക്സാമ്പിൾ തരാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമ്പിളിലൂടെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. 3 ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് പോകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU. ഞങ്ങൾ പറഞ്ഞില്ലേ ICU ഒരു ഇൻചാർജ് ഉണ്ടാവുമെന്ന്. ഇപ്പൊ ഒരു വാർഡിൽ ഒരു ഇൻചാർജ് ഉണ്ട് അല്ലെ, വാർഡിൽ ഒരു ഇൻചാർജ് ഉണ്ട്. ഇൻചാർജിന് എന്താ പറയാ, ഒത്തിരി ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ഇൻചാർജിന് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ICUലെ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ നോക്കാൻ പോകണേ. ഓക്കെ, ഒരാൾ ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിക്കാമോ? 3 പോയിന്റ് കേട്ടോ. 3 പോയിന്റ് വേണ്ട, 2 പോയിന്റ് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, 3 പേരെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം. ഓക്കെ, ഇനി വായിക്കാത്തത് ആരൊക്കെയാണ്? മിസ് പേരെടുത്ത് വിളിക്കണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തരുമായിട്ട് വായിച്ചോളൂ, എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കണ്ടേ? Is representative for unit in administrative. ദിൽന ഒരു മിനിറ്റ്. ഓക്കെ, ദിൽന സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Is representative for unit in administrative. സെക്കൻഡ് പോയിന്റ്. Second point, provides continuity of clinical care. ദിൽന മീനിങ് മനസ്സിലായില്ലേ? ഫസ്റ്റ് പോയിന്റ് ഒന്നും കൂടി ക്ലിയർ ചെയ്ത് കൊടുത്ത എല്ലാവർക്കും. Is representative for unit in administrative. അതായത് ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റിൽ ഒരു പ്രതിനിധി ആയിട്ടാണ് ആരെ കാണുന്നത്? ഇൻചാർജ്. നമ്മളൊരു ക്ലാസ്സിൽ ഒരു ലീഡർ ഉണ്ട് അല്ലെ, ആ ലീഡറാണ് ആ ഒരു എത്രയും കുട്ടികളുണ്ട് അത്രയും കുട്ടികളുടെ ഒരു പ്രതിനിധി ആയിട്ടാണ് നമ്മൾ ഒരു ക്ലാസ് ലീഡറെ കാണുന്നത് അല്ലെ. സോ അതുപോലെ നമ്മൾ ഈ ഒരു റെപ്രസെന്റേറ്റീവ് ICU എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പഠിച്ചില്ലേ? ആ ഒരു യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രതിനിധിയാണ് ആര്? ICU ഇൻചാർജ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വായിച്ചോളൂ. Provides continuity of clinical care. എന്താണ് അവിടെ കൊടുക്കുന്നത്? അവർ പ്രൊവൈഡ് ചെയ്യുന്നത് Clinical care. കഠിനമായിട്ടുള്ള ഒരു പരിചരണം നൽകുന്നു. ഓക്കെ, ഇതിൽ ഇനി സെക്കൻഡ് വേറെ ഒരാള് 2 പോയിന്റ് വായിച്ചോളൂ. നെക്സ്റ്റ് 2 പോയിന്റ്. Arrange in teaching and supervision of junior staff who needed comprehensive instructions not only regarding patient care but also for use of unfamiliar equipment. Okay, അടുത്ത പോയിന്റ് വായിച്ചോളൂ. Is responsible for purchasing and servicing of ICU equipment. Okay, പ്രിൻസി പറഞ്ഞോളൂ, അതിന്റെ മീനിങ് എന്താണ്? തേർഡ് പോയിന്റ്. വായിച്ചു നോക്കി. സൂപ്പർവിഷൻ ഉള്ള ജൂനിയർ സ്റ്റാഫിലും സൂപ്പർവിഷൻ നയിക്കുന്നവര്, പിന്നെ കോംപ്രഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ്. അതായത് നമ്മൾ പറഞ്ഞു. ഓക്കെ, നോക്കാം. അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് അല്ലെ, അതായത് രോഗി പരിചരണം ആണല്ലോ നമ്മൾ ICU വരുന്നത്. അപ്പോ ഈ രോഗി പരിചരണം മാത്രമല്ല, പിന്നെ എന്താ പറയുന്നത്, നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ ബട്ട് ഓൾസോ ഫോർ യൂസ് ഓഫ് അൺഫെമിലിയർ എക്യുപ്മെന്റ്സ്. നമ്മൾ പറഞ്ഞത് നമ്മളെ ഫസ്റ്റ് പിക്ചറിൽ കണ്ടില്ലേ, കുറെ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വർക്കിംഗ് ചെയ്യാനായിട്ട് നഴ്സസിനും അത്യാവശ്യം പറഞ്ഞിരിക്കണ്ടേ?
ഇൻ കേസ് എന്തെങ്കിലും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സസ് എല്ലാം അവിടെ ഉള്ളത് ടെക്നീഷ്യന്മാരുണ്ടാവും എങ്കിലും അത്യാവശ്യം നഴ്സസിന് അറിഞ്ഞിരിക്കണം ആ എക്യുപ്മെന്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള അറിവ് കൂടി നൽകുക. അതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? ഇൻചാർജിന്റെ ഉത്തരവാദിത്വം. ട്രീറ്റ്മെന്റിന് പുറമെ എന്താണ് എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളും എക്യുപ്മെന്റ്സിനെ കുറിച്ച് ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ ജൂനിയർ സ്റ്റാഫുകൾക്ക് നൽകണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചോളൂ. പ്രിൻസി വായിച്ചോട്ടോ. ഈസ് റെസ്പോൺസിബിൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? Responsible for purchasing and servicing of ICU equipment. എന്താണ് അവിടെ പറയുന്നത്? നമുക്ക് ICU എക്യുപ്മെന്റില് റെസ്പോൺസിബിൾ ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. റെസ്പോൺസിബിൾ അത് ഉത്തരവാദിത്തമാണെന്ന്. എന്താണ് ഉത്തരവാദിത്തം? പർച്ചേസിങ് ആൻഡ് സർവീസിങ്. നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാറില്ലേ നിങ്ങള്? ഓരോ സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ് പർച്ചേസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. പർച്ചേസിങ് ആൻഡ് സർവീസിങ് ഞാൻ പറഞ്ഞില്ലേ, ICU എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിക്കണ്ടേ? എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുള്ള സാധനങ്ങൾ, കംപ്ലൈന്റ് ആയിട്ടുള്ള വസ്തുക്കളെ തന്നെ നമുക്ക് ICU വെക്കാൻ പറ്റുമോ? എന്തെങ്കിലും കേടുപാടുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അതൊക്കെ സർവീസും ചെയ്യണം, ദെൻ പർച്ചേസും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് 2 പോയിന്റ് വായിക്കൂ. Should initiate research and be recognized as an authority. Should review all treatment regimen with staff. Okay, should initiate research and recognize an authority. അതായത് നമ്മൾ പറഞ്ഞു ഇനിഷ്യേറ്റ് ചെയ്യുക, അതായത് ഓരോന്നിനെ പറ്റിയുള്ള ഗവേഷണങ്ങളോ റിസർച്ചുകളൊക്കെ നടത്താൻ, ഓരോ എക്യുപ്മെന്റ്സിനെ പറ്റിയായാലും അല്ലെങ്കിൽ ICUവിലെ എന്തെങ്കിലും പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന അസുഖങ്ങളെ പറ്റിയൊക്കെ എന്ത് ചെയ്യുക? റിസർച്ച് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആയിട്ട് അതൊരു ഗവേഷണം ആരംഭിക്കുക. അത്രയും ആലോചിക്കുക. ലാസ്റ്റ് പോയിന്റ്, should review all treatment regimen with the staff. റെജിമെൻ മീൻസ് ചിട്ടയായിട്ട് ക്രമമായിട്ട് എന്ത് ചെയ്യണം? സ്റ്റാഫുകളുടെ റിവ്യൂ, അതായത് സ്റ്റാഫിന്റെ എല്ലാ ചികിത്സാ റെജിമെന്റുകളും ജീവനക്കാരുടെ ഒരു അവലോകനം ചെയ്യണം. അതായത് സ്റ്റാഫിന്റെ എല്ലാ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എന്താണ് പ്രോപ്പറായിട്ട് സ്റ്റാഫുകൾ ചെയ്യുന്നുണ്ടോ, റിപ്പോർട്ട് എഴുതുന്നുണ്ടോ, രോഗികളെ സംബന്ധിച്ച കാര്യങ്ങൾ അവര് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക? ചിട്ടയായിട്ട് റെജിമെൻ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ICUവിന്റെ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവരും ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാമോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഇത് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പമുള്ളതല്ലേ നമ്മൾ. ലാസ്റ്റ് 2 പോയിന്റ് ഒന്നും കൂടെ പറയോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് അവര് കുറച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തുക, റിസർച്ചുകൾ നടത്തുക. അതായത് ഇപ്പൊ എക്യുപ്മെന്റ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ICU ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറ്റി ഗവേഷണങ്ങൾ നടത്തണം. ഇത് ഇൻചാർജ് പറയുമ്പോൾ അതിനെതിരെ അറിവുള്ളവരായിരിക്കുമല്ലോ, കൂടുതൽ എക്സ്പേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം ഒരു ICU ഇൻചാർജ് ആയിട്ട് എടുക്കുന്നത്. സോ അവരെന്ത് ചെയ്യണം? കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളിപ്പോ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള ഒരു വിഷയത്തെ പറ്റി അല്ലെ, നമ്മളിപ്പോ ഡിഗ്രിക്കും അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ലെവൽ നമ്മൾ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പഠനങ്ങളൊക്കെ നടത്തും. അതുപോലെ തന്നെ ഇതിലും എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളൊരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തണം. ദെൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞു നഴ്സസ് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഡെയിലി റൊട്ടീൻ പോലെ നമ്മളുടെ അടുത്ത് വന്നിട്ട് എന്താ പൾസ് നോക്കുകയും അല്ലെങ്കിൽ BP നോക്കുകയും ഇതൊക്കെ നോക്കിയിട്ട് അവർ എന്ത് ചെയ്യും? ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ എഴുതിയൊക്കെ വെക്കാറുണ്ട്. അതൊക്കെ റെജിമെന്റ് ആയിട്ട്, അതായത് ചിട്ടയോടെ അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇൻചാർജിന് ഉണ്ട്. ഓക്കെ ആയോ? ക്ലിയർ ആയിപ്പോ? മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? മൂന്നാമത്തെയാണോ? അതെ. മൂന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലാസ്സിലെ ലീഡറാണ് ബാക്കി കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലാസ് ലീഡർ അല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ലീഡറായിട്ട് നിങ്ങൾ സങ്കല്പിക്കാം. അപ്പോ ബാക്കി ജൂനിയർ സ്റ്റാഫ്, അതായത് അവരുടെ കീഴിൽ വരുന്ന സ്റ്റാഫുകൾക്ക് സൂപ്പർവിഷൻ ചെയ്യുക, അതായത് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടോ, വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഒരു മേൽനോട്ടം വഹിക്കുക. മേൽനോട്ടം വഹിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ പറഞ്ഞു ICUവിൽ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ആ എക്യുപ്മെന്റ്സുമായിട്ട് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സിന്റെ എന്താണ് അത് ഉപകരണങ്ങളുമായിട്ട് സംബന്ധിച്ചു വരുന്ന നിർദ്ദേശങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്ന ടൈമിൽ അത് ചിലപ്പോ ചാർജ് ഒക്കെ ചെയ്യേണ്ട സംഭവങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ,
എക്യുപ്മെന്റ്സിനെ പറ്റി ഒരു നിർദ്ദേശങ്ങൾ ആ ഒരു ജൂനിയർ സ്റ്റാഫിന് നൽകുക. ക്ലിയർ ആയോ മൂന്നാമത്തെ പോയിന്റ്? ക്ലിയർ ആയി മാം. ഓക്കെ, ഇനി എല്ലാവരും വന്ന് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് എല്ലാ പോയിന്റും ഒന്ന് വായിച്ചു നോക്കാം. സ്വയം വായിച്ചു നോക്കാം. ഒരു 2 മിനിറ്റ് സമയം തരാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കിട്ടാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാ പോയിന്റും ഒന്ന് വായിച്ചേ വേഗം. ഓക്കെ, എല്ലാവരും വായിച്ചോ? യെസ് മാം. ഓക്കെ, ഇതിന്റെ നോട്ട്സ് കഴിവൊന്നൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് PDF ആയിട്ടാണ് അയച്ചു തരുന്നത്. ദെൻ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ? ഡെയിലി കിട്ടുന്നില്ലല്ലോ. അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഒരു 2 ഡേയ്സോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഓക്കെ. അപ്പോ മോക്ക് ടെസ്റ്റ് വരുമ്പോ അത് ഫോളോ ചെയ്യുക. അതായത് മോക്ക് ടെസ്റ്റ് ഡേ ടു ഡേ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അതൊന്ന് പഠിക്കുക. ദെൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ഭയങ്കരമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന നോട്ട്സ് വെച്ച് പഠിക്കുക. ഇനി ഇതിൽ കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണ് ടീച്ചേഴ്സ് അതിന്റെ നോട്ട്സ് തരും കേട്ടോ. നമുക്ക് കൂടുതൽ നമുക്ക് 1 മണിക്കൂറത്തെ ക്ലാസ് അല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ നമുക്ക് വേറെ നോട്ട്സ് സെപ്പറേറ്റ് തരാനൊന്നും ടൈം കിട്ടില്ലല്ലോ. ഇനി അത്യാവശ്യം നിങ്ങൾക്ക് അങ്ങനെ നോട്ട്സ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ചാപ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നോട്ട്സ് അതാണ് ടീച്ചേഴ്സ് തരും കേട്ടോ. ചിലതിനൊന്നും നമ്മൾ എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യമില്ല. നമ്മൾക്കുള്ള കാര്യങ്ങൾ തന്നെ അത്രയും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോവാം കേട്ടോ. എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യം വരുന്നില്ല കൂടുതൽ. ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതാനായിട്ട് കുറച്ച് ശ്രമിക്കുക കേട്ടോ. അതായത് ലെക്ചർ നോട്ട് മീൻസ് ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ ഓരോ ടീച്ചേഴ്സും പറയാറില്ലേ ചില ക്വസ്റ്റ്യൻസ്. ഞാൻ തന്നെ ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ വരുന്നതൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അതിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഇൻചാർജ് ടീച്ചർ ഇതുവരെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി എൻഷുർ. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ ചെയ്തു തരുന്നത്? ഒരു ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICUയുടെ ഒരു സെക്രട്ടറി ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത്ര ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീരില്ല അല്ലെ. അപ്പോ ഈ 2 സെക്ഷനിലുള്ള ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് തുടക്കം തന്നെ ഒരു വലിയ ചാപ്റ്റർ എടുത്ത് നിങ്ങളെ പഠിപ്പിക്കണമെന്നില്ല. ചെറിയൊരു ചാപ്റ്റർ ആണ് എടുത്തത്. കുഴപ്പമില്ലല്ലോ ഈ ചാപ്റ്റർ? നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ? അടുത്തൊരു ക്ലാസ്സോടും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാം കേട്ടോ. ഈ ചാപ്റ്റർ തീരുന്ന ദിവസം അതുവരെ ഉള്ളത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കേണ്ട ഇടക്ക്. എന്നാലേ നിങ്ങൾ പഠിച്ചോ, വായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലാസ് കേട്ടിരുന്ന് ഉറങ്ങിയാണോ എന്നൊക്കെ അറിയണ്ടേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഓക്കെ, എല്ലാവരും പരിചയപ്പെടാനൊന്നും നമുക്ക് ടൈം ഇല്ല എങ്കിലും ഓക്കെ. എല്ലാവരും നിങ്ങൾ പല പല ജില്ലകളിലൂടെ വരുന്നതായിരിക്കുമല്ലോ. ഓക്കെ, എറണാകുളത്തൊക്കെ ഉണ്ടോ അധികം കുട്ടികൾ? എത്ര കുട്ടികളുണ്ട് എറണാകുളം? ഓക്കെ, എറണാകുളം ആരൊക്കെയാണ്? ഓക്കെ, എവിടെയാണ് വീട്? ആലുവ. ഓക്കെ, വേറെ ആരാ ഉള്ളത്? എവിടെയാണ് വീട്?
പൈപ്പിന്റെ പൈപ്പിൻ. ഓക്കെ ഓക്കെ. ബാക്കി എല്ലാവരും എവിടെയൊക്കെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്ഥലങ്ങള്? പാലക്കാട്, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, ആലപ്പുഴ. ഓക്കെ, എല്ലാവരും പല പല സ്ഥലങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഇനി ആരെങ്കിലും ഇങ്ങനെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്തിട്ടുള്ളവരുണ്ടോ? ഓക്കെ, ഏത് കോഴ്സായിരുന്നു? ഞാൻ ആക്ച്വലി നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നു? ക്ലിയർ അല്ല. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇയർ ആയി. ആ ഓക്കെ ഓക്കെ. അപ്പൊ നഴ്സിംഗ് ഡെയിലി ക്ലാസ് അല്ലേ? അപ്പൊ പോകുന്നുണ്ടോ? റെഗുലർ ക്ലാസ് ആണോ? ഇപ്പൊ ക്ലാസ് ഒന്നുമില്ല. ഇനിയിപ്പോ ഞങ്ങൾക്ക് എക്സാമും കൂടെ ഉള്ളു. അപ്പൊ എക്സാമിന്റെ ടൈം ആകുമ്പോ പോയാൽ മതി. ഓക്കെ, അതൊരു അപ്പോൾ 2-3 months എടുക്കും. സെപ്പറേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ PSC ഏതായിരുന്നു? ഇല്ല, ജനറൽ നഴ്സിംഗ് ആണ്. ഞാൻ കോമേഴ്സ് ആയിരുന്നു. ജനറൽ നഴ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ കോഴ്സ് കഴിഞ്ഞ എക്സാമിനുള്ള പ്രിപ്പറേഷൻ ആണ്. എക്സാം ഒരു 2-3 months എടുക്കും ഡേറ്റ് വരെ. അപ്പൊ അതുകൊണ്ട് എവിടെയാണപ്പോ? ഇവിടെ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിൽ. മെഡിക്കൽ ട്രസ്റ്റില്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഇടയില് നഴ്സിംഗിന്റെ പഠിപ്പും നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് അല്ലെ? ഈ ഫീൽഡ് എനിക്ക് നേരത്തെ തൊട്ട് താല്പര്യമായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ അന്നേരം ഓരോ ഫീൽഡിനോടും നമുക്ക് താല്പര്യം, സ്വയം നമുക്കൊരു ഉള്ളിലൊരു ഇത് വേണം അല്ലെ, പഠിക്കണമെന്നില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, ഇതുപോലെ കുറച്ച് ഗ്യാപ്പുള്ളവരൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തില്? ഓക്കെ, എത്ര വർഷത്തെ ഗ്യാപ്പുണ്ട്? +2 കഴിഞ്ഞ് പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഫീൽഡിൽ താല്പര്യം കൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തത്. ആണോ? വേറെ വർക്കിനൊന്നും പോയിട്ടില്ല? അക്ഷയയിൽ വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ഇത്രയും വൈകിയത്? കോഴ്സ് ഒക്കെ പഠിക്കണ്ടേ? നമുക്കറിയാം ഓരോരുത്തരുടെ സാഹചര്യമൊക്കെ അനുസരിച്ചായിരിക്കും അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഫാമിലിന്ന് സമ്മതിക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. നമുക്കറിയാലോ ഓരോരുത്തരുടെ സിറ്റുവേഷൻ. 18 years ഒക്കെ ഗ്യാപ്പുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്കിത് കിട്ടാവുന്നുള്ളൂ. നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. എല്ലാവരും നല്ല രീതിയിലൊക്കെ പഠിക്കാം. എല്ലാവരും നമുക്ക് എക്സാം ഒക്കെ കുഴപ്പമില്ല പോയിരിക്കും. ഇപ്പൊ കുറെ ബാച്ചുകാരുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഇതുവരെ ആരും അങ്ങനെ പാസ്സാവാണ്ടൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി എല്ലാവരും പാസ്സായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ബാച്ചുകൾക്കൊക്കെ. അപ്പൊ അതുപോലെ നിങ്ങളും നന്നായിട്ടൊക്കെ പഠിക്കാം. പിന്നെ നമുക്കറിയാം എല്ലാവർക്കും ചിലപ്പോ ഒരേപോലത്തെ സാഹചര്യം ആയിരിക്കില്ലല്ലോ പഠിക്കാൻ. നമുക്ക് ഫാമിലിയിലെ വിഷയങ്ങളുള്ളവരുണ്ടാവും, കുട്ടികളും നമുക്ക് അങ്ങനെയുള്ള കുറെ പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണമല്ലോ, നമുക്ക് ജോലി വേണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല എല്ലാവരും പഠിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇതൊന്നും നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ പഠിക്കാം. നമുക്ക് മാക്സിമം അങ്ങനെ എല്ലാ ദിവസവും ഡെയിലി ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് നിർബന്ധമായിട്ട് ഒരാളെ പഠിക്കാനൊന്നും പറയുന്നില്ല. കാരണം എനിക്കറിയാം ഓരോരുത്തരുടെ സിറ്റുവേഷൻ. സോ അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യാം, അതിനുവേണ്ടി ഒരു സമയം ചെറുതായിട്ട് കണ്ടെത്തണം കേട്ടോ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ. ടീച്ചേഴ്സൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതെ മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതുവരെ പ്രോപ്പർ ആയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യാം, ഒന്നൊരു വട്ടമെങ്കിലും വായിക്കാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനി താങ്ക് യു മാം. താങ്ക് യു മാം.